ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. വേൾഡ് ജോഗ്രഫിയുടെ 17ാമത്തെ വീഡിയോ ആണ്. വേൾഡ് ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട തിയറികളാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയും അതുപോലെ തന്നെ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്നാണ്. അപ്പോൾ ബേസിക്കലി എന്താണ് ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കും. അതുപോലെ എന്തൊക്കെ ഫോഴ്സസിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കോണ്ടിനെൻറ്റിന് ഈ ഒരു ചലനം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് 1915 ഈ ഒരു തിയറി മുന്നോട്ട് കൊണ്ടുവന്നത് ആൽഫ്രഡ് വെഗ്നറാണ്. അപ്പോൾ ഈ ഒരു കാര്യം പലപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ആരാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി മുന്നോട്ട് കൊണ്ടുവന്നതെന്നുള്ളത്? ആരാണ്? 1915 ആൽഫ്രഡ് വെഗ്നറാണ് ഈ ഒരു തിയറി മുന്നോട്ട് കൊണ്ടുവന്നത്. ബേസിക്കലി ഈ ഒരു തിയറി പറയുന്നത് നമ്മുടെ ഒറിജിനൽ കോണ്ടിനെൻറ്റുകളെല്ലാം, നമുക്ക് നിലവിലിപ്പോൾ 7 കോണ്ടിനെൻറ്റുകളുണ്ട്. ഈ കാണുന്ന കോണ്ടിനെൻറ്റുകളെല്ലാം ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തിയത് സീരീസ് ഓഫ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റുകൾ നടന്നതിൻ്റെ ഫലമായിട്ടാണെന്നാണ്. അതായത് നമ്മുടെ കോണ്ടിനെൻറ്റുകൾക്ക് നടന്ന സീരീസ് ഓഫ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റുകളുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലേക്കുള്ള കോണ്ടിനെൻറ്റുകളുടെ ഈ ഒരു പൊസിഷനിലേക്ക് വന്നതെന്നാണ് ബേസിക്കലി ഈ ഒരു തിയറി പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരേ സമയം നമ്മളിപ്പോൾ 2 കോണ്ടിനെൻറ്റുകൾ എടുക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആഫ്രിക്കയും ഏഷ്യയും. അപ്പോൾ ഒരേ സമയം ഒന്നിനെ അപേക്ഷിച്ച് നമ്മൾ മറ്റൊന്ന് പറയുകയാണ്. ആഫ്രിക്കേനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യയ്ക്ക് ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഏഷ്യേനെ നമ്മൾ ഒരു പോയിൻ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഏഷ്യനെ വെച്ച് നമ്മൾ നോർത്ത് അമേരിക്കനെ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പറയാം ഏഷ്യനെ അപേക്ഷിച്ചുകൊണ്ട് നോർത്ത് അമേരിക്കയ്ക്ക് ചലനം സംഭവിക്കുകയാണെന്നുള്ളത് പറയാം. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയം നമ്മൾ ടൈം മുന്നോട്ട് പോകുന്നതിന് പകരം നമ്മൾ ടൈം പിറകോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 280 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഴുവൻ ലാൻഡ് മാസ്, അതായത് കരഭൂമി മുഴുവൻ ഒന്നായിട്ടും അതുപോലെ തന്നെ മുഴുവൻ കടലും ഒരൊറ്റ കടലുമായിട്ടാണ് കാണപ്പെട്ടത് എന്നൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അന്നത്തെ ലാൻഡ് മാസ് കരഭൂമിയെ നമ്മൾ വിളിച്ചതാണ് പാഞ്ചിയ എന്നും, അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന ഒരു കടൽ ഒരൊറ്റ കടലായിട്ടാണ് കാണപ്പെട്ടത്. ആ കടലിനെ നമ്മൾ വിളിച്ചതാണ് പന്തലാസ എന്നും. അങ്ങനെ പിന്നീട് ഏകദേശം 80 മില്യൺ വർഷങ്ങൾ കൂടി കടന്നു പോവുകയും ഇന്നത്തെ ടൈം സ്കെയിൽ വെച്ച് പറയുന്ന സമയത്ത് ഏകദേശം 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പാഞ്ചിയ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുകയും പുതിയ 2 ലാൻഡ് മാസുകൾ രൂപം കൊള്ളുകയും ചെയ്തു. അങ്ങനെ പാഞ്ചിയ രണ്ടായിട്ട് വേർതിരിഞ്ഞതിന് ശേഷം അതിൻ്റെ നോർത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് രൂപം കൊണ്ട ലാൻഡ് മാസിനെ വിളിച്ചതാണ് ലൊറേഷ്യ എന്നും, അതിൻ്റെ സതേൺ പാർട്ട് തെക്ക് ഭാഗത്ത് രൂപം കൊണ്ട ലാൻഡ് മാസിനെ വിളിച്ചതാണ് ഗോണ്ട്വാന ലാൻഡ് എന്നും. അങ്ങനെ ഈ രൂപം കൊണ്ട 2 ലാൻഡ് മാസിനെയും വേർതിരിച്ചുകൊണ്ട് ഒരു പുതിയ കടലും രൂപപ്പെട്ടു. അങ്ങനെ ഇക്വേറ്ററിനോട് ചേർന്ന് രൂപം കൊണ്ട ആ കടലിനെ വിളിച്ചതാണ് തെതീസ് കടൽ അല്ലെങ്കിൽ തെതീസ് സീ എന്ന പേരിൽ. പിന്നീട് നടന്ന പല കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റുകളുടെയും ഭാഗമായി ഈ തെതീസ് കടൽ അന്ന് കാണപ്പെട്ട സ്ഥലത്താണ് ഇന്ന് ഹിമാലയ പർവ്വതനിരകൾ രൂപം കൊണ്ടുവന്നത്. അത് എങ്ങനെയെന്നാൽ ഏകദേശം 55 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ യുറേഷ്യയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും ഇന്ന് കാണപ്പെടുന്ന രീതിയിൽ കണക്റ്റഡ് ആയിരുന്നില്ല. പിന്നീട് ഇന്ത്യ ഉൾപ്പെടുന്ന ലാൻഡ് മാസ് നമ്മുടെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുകയും, അതായത് ഇന്ത്യ ഉൾപ്പെടുന്ന വരുന്ന പ്ലേറ്റ് അതൊരു ഓഷ്യാനിക് പ്ലേറ്റ് ആണ്. അത് വടക്കോട്ട് സഞ്ചരിക്കുകയും അങ്ങനെ സഞ്ചരിച്ച് യുറേഷ്യയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഹിമാലയ പർവ്വതനിരകൾ രൂപം കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ഓഷ്യാനിക് പ്ലേറ്റും അതുപോലെ നമ്മുടെ ഇടിച്ചു കയറിയ യുറേഷ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കോണ്ടിനെൻ്റൽ പ്ലേറ്റുമാണ്. അപ്പോൾ ഇത് രണ്ടിലും ഡെൻസിറ്റി കൂടുതലുണ്ടായിരുന്നത് നമ്മുടെ ഓഷ്യാനിക് പ്ലേറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേറ്റിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇത് രണ്ടും കൂടി ഇടിച്ച സമയം ഡെൻസിറ്റി കൂടിയ നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് നമ്മുടെ യുറേഷ്യൻ പ്ലേറ്റിൻ്റെ അടിയിലേക്ക് പോവുകയും ആ കൂടെ തന്നെ ഹിമാലയ പർവ്വത നിരകൾ ഈ സമയം രൂപം കൊള്ളുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഇടിച്ച സമയം ഇതിൻ്റെ രണ്ടിനും മധ്യത്തിലുണ്ടായിരുന്ന തെതീസി ഹിമാലയ പർവ്വതം രൂപം കൊണ്ട സമയത്ത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇതിനുവേണ്ടിയുള്ള പല എവിഡൻസുകളും നമുക്കിന്ന് അവൈലബിൾ ആണ്.
അതിന് ചില ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഫോസിലുകളുടെ എവിഡൻസ്, അതുപോലെ തന്നെ ഹിമാലയ പർവ്വതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സെഡിമെൻ്ററി റോക്സ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഹിമാലയം എന്ന് പറയുന്നത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ ഹിമാലയത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഫോസിലുകളിൽ പലതും കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവികളുടെ ഫോസിലുകൾ നമുക്ക് ഹിമാലയ പർവ്വതങ്ങളിൽ നിന്നുമൊക്കെ ലഭിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു എവിഡൻസ് ആണ്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഏകദേശം 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പാഞ്ചിയ വിഭജിച്ച് ലൊറേഷ്യയും അതുപോലെ തന്നെ ഗോണ്ട്വാന ലാൻഡുമായിട്ട് മാറിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നീട് ഇവയ്ക്ക് വീണ്ടും വിഭജനങ്ങൾ നടക്കുകയും ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള വൻകരകൾ പിറവിയെടുക്കുകയും ചെയ്തു. അങ്ങനെ രൂപപ്പെട്ട കോണ്ടിനെൻറ്റുകളെ അവയുടെ ഏരിയ അല്ലെങ്കിൽ അവരുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ 2 or 3 പ്രാവശ്യം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ എക്സ്ട്രാ കോഡൊന്നും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് പോകേണ്ടതില്ല. അപ്പം ഏരിയയിൽ ഏറ്റവും വലുപ്പമുള്ള ഏതാണ്? നമുക്ക് ഏഷ്യ എന്നറിയാം. ഏഷ്യ കഴിഞ്ഞാൽ നമുക്കൊരു ഭൂപടമൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഏഷ്യ കഴിഞ്ഞാൽ പിന്നെ വലുപ്പത്തിലുള്ള വൻകര എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആഫ്രിക്കയാണ്. പിന്നീടുള്ളത് എളുപ്പമല്ല 2 നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക 4 പിന്നെ ആകെപ്പാടുള്ളത് 3 വൻകരകളാണ്, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇത് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് കോഡുകളൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഏറ്റവും വലുപ്പമുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഏഷ്യ എന്നറിയാം. ഒരു ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ടാമതായിട്ട് ഏറ്റവും വലുപ്പം വരുന്നത് ആഫ്രിക്കയാണ്. പിന്നീട് നമ്മൾ എപ്പോഴും പറയുന്നത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. അത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമല്ലേ? പിന്നീടുള്ള 3 ഉള്ളൂ. അതിൻ്റെ ഓർഡർ ഇതാണ്: അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അതിനുവേണ്ടി കോഡ് പഠിക്കാതെ ഇങ്ങനെ ഒരു 2 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, 2 or 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങളിത് മറക്കില്ല. ഓക്കെ. അങ്ങനെ സാധാരണയായി നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്നും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് നമ്മുടെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ. അപ്പോൾ ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട് എന്നത് സാധൂകരിക്കുന്ന തെളിവുകൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളൊരു കാര്യമാണ്. അതിലൊന്നാമത്തെയാണ് മാച്ചിങ് ഓഫ് കോണ്ടിനെൻറ്റ് അല്ലെങ്കിൽ ജിഗ്സോ ഫിറ്റ്. ഉദാഹരണത്തിന് ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റും നമ്മുടെ സൗത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റും കൂടെ നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കതിനെ പെർഫെക്റ്റ് ആയിട്ട് ചേർത്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ജിഗ്സോ ഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എവിഡൻസ് ആണ് നമുക്ക് ലഭിക്കുന്ന ശിലകൾ അല്ലെങ്കിൽ റോക്കുകൾക്കിടയിലുള്ള സാമ്യത. ഇപ്പോൾ നമുക്ക് ബ്രസീലിയൻ കോസ്റ്റ് നോക്കിയാലും ആഫ്രിക്കൻ്റെ വെസ്റ്റേൺ കോസ്റ്റ് നോക്കിയാലും അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന ഏകദേശം 2000 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ശിലകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവയ്ക്കിടയിൽ വലിയ രീതിയിലുള്ള സിമിലാരിറ്റീസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എവിഡൻസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. മൂന്നാമതായി നമ്മുടെ ഗോൾഡ് പോലെയുള്ളവയുടെ ഒരേ സോഴ്സിൽ നിന്നുമുള്ള പ്ലേസർ ഡെപ്പോസിറ്റുകളും കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെളിവുകളിലൊന്നാണ്. നാലാമതായിട്ട് ഫോസിലുകളുടെ ഡിസ്ട്രിബ്യൂഷൻ. അതായത് വിവിധ കോണ്ടിനെൻറ്റുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പലയിടങ്ങളിലും ഒരേപോലെയുള്ള ഒരേ കാറ്റഗറിയിൽ പെടുന്ന ആനിമൽസിൻ്റെയും പ്ലാന്റ്സുകളുടെയും ഫോസിലുകൾ നമുക്ക് ലഭിക്കുന്നതും കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസ് ആണ്. അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒരു തെളിവാണ് ടെക്ടോണിക് ഫിറ്റ്. അതായത് നമ്മളിപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കാനഡ, ഗ്രീൻലൻഡ്, അയർലൻഡ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, പിന്നെ സ്കാൻഡിനേവിയയിലോട്ടൊക്കെ കടന്നു പോകുന്ന കലഡോണിയൻ ഫോൾഡ് മൗണ്ടൻസിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ട്. അത് നമ്മൾ റീഅസംബിൾ ചെയ്ത് നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലീനിയർ ഫീച്ചർ നമ്മൾ ലഭിക്കും. അപ്പോൾ ഈ ഒരു ടെക്ടോണിക് ഫിറ്റും നമ്മുടെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് നടന്നു എന്നുള്ളതിന് ഒരു തെളിവായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. പിന്നീട് അവസാനമായിട്ട് നമുക്കുള്ളതാണ് ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റുകൾ. അതായത് ഏകദേശം 300 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പെർമോ കാർബോണിഫറസ് ഗ്ലേസിയേഷൻ നമുക്ക് പല പ്രദേശങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് അന്റാർട്ടിക്ക, ആഫ്രിക്ക, അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ, ഇവയെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിമിലർ പാറ്റേൺ അവിടെ ലഭിക്കും. അപ്പോൾ ഈ ഒരു ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റുകളും നമ്മുടെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകളിലൊന്നാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇത്രയും നമുക്ക് പഠിച്ചാൽ മതി. ഇത്രയും എവിഡൻസുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം ഇത് നിങ്ങൾക്ക് MCQസിനകത്ത് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ സാധ്യതയുള്ളതാണ്. എന്തൊക്കെയാണ് നമ്മുടെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ എന്ന് ചോദിച്ചുകൊണ്ട്. അടുത്തതായി ചോദിക്കാറുള്ള ഒന്നാണ് എന്തെല്ലാം ഫോഴ്സസ് ആണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിന് കാരണമായതെന്ന്. ഒന്നാമത്തേതാണ് ടൈഡൽ ഫോഴ്സ്. നമ്മുടെ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ ടൈഡൽ കറൻറ്റുകൾ ആക്ട് ചെയ്യുന്നത്
ഈസ്റ്റ് ടു വെസ്റ്റുമായിരിക്കും. അപ്പോൾ ഇത് കാരണമാണ് നമ്മുടെ ലാൻഡ് മാസുകളുടെ വെസ്റ്റ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടായത് എന്നാണ് വെഗ്നർ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫോഴ്സാണ് ടൈഡൽ ഫോഴ്സ്. രണ്ടാമത്തതാണ് ടുവേഡ്സ് ഇക്വേറ്ററിലേക്കുള്ള നമ്മുടെ കോണ്ടിനെൻറ്റുകളുടെ സഞ്ചാരം. അപ്പോൾ അതിന് കാരണമായത് 3 ഫോഴ്സുകളാണ്. ഒന്നാമതായി നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ടാമതായി പോൾ ഫ്ലീയിങ് ഫോഴ്സ്, അല്ലെങ്കിൽ നമുക്കതിന് ഇങ്ങനെ പറയാം, നമ്മുടെ ഭൂമിയുടെ കറക്കം കാരണം, റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലം നമ്മുടെ ലാൻഡ് മാസുകൾ ഇക്വേറ്ററിലേക്ക് മൂവ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇതിനെ തന്നെയാണ് നമ്മൾ പോൾ ഫ്ലീയിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് അവസാനമായിട്ടുള്ളതാണ് ബുയാൻസി. അപ്പോൾ ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ലാൻഡ് മാസുകൾ ടുവേഡ്സ് ഇക്വേറ്ററിലേക്ക് സഞ്ചരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വെഗ്നർ പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇതും സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള കാര്യം ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ആക്ച്വലി എനിക്ക് കുറേ ദിവസമായിട്ട് വലിയ രീതിയിൽ ശ്വാസം മുട്ടലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ആക്ച്വലി നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളല്ലേ ഇതിൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.